അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. സ്കൂളിലൊക്കെ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ട്, കൊച്ചാ ചുടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആകെ വലിച്ചുവാരി കിടക്കുക കേട്ടോ. ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ട്. രാവിലെ ഞങ്ങൾ രണ്ടും രാവിലെ അങ്ങ് പോകുമല്ലോ. പിന്നെ വൈകുന്നേരം 5 മണിയൊക്കെ ആവും വരുമ്പോഴേ. കൊച്ചും അതുപോലെ പഠിക്കാനൊക്കെ കാണും. പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ഒന്നും സമയം കിട്ടാതെ അന്നുള്ള ജോലികൾ മാത്രമേ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. തുണി കഴുകാനോ തൂക്കാനും വിളക്ക് കത്തിക്കാനും മറ്റും തൂക്കാനൊക്കെ കാണത്തില്ല. പിന്നെ ബാക്കി കർട്ടനൊക്കെ കഴുകാനും ക്ലീനിങ്ങിനും ഒക്കെ സമയം കിട്ടാറില്ല കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം നിന്ന് അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം അടുത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോകാനൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാം വലിച്ചു വാരിയൊക്കെ കിടക്കും കേട്ടോ. ഇപ്പം ഗോതമ്പ് ദോശയും ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു കാപ്പിക്ക്, അതാ രാവിലെ ഉണ്ടാക്കുന്നത്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അവൻ നല്ല ഉറക്കമാണ്. രാവിലെ 7:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമല്ലോ. അപ്പം എൻ്റെ കൂടെ അവനും വരും. അന്നേരം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ വിളിക്കണ്ട, കിടന്നുറങ്ങട്ടെ പാവം. അങ്ങനെ പിന്നെ അവൻ കിടന്നുറങ്ങുന്നത്. പിന്നെ അവൾ പഠിക്കുന്നിടത്ത് വന്ന് പഠിക്കുന്ന മുറിയാട്ടോ. അപ്പോൾ പാത്രമൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ തുണികളൊക്കെ ഉണങ്ങാൻ ഇതിനകത്തായിടുന്നത്. പിന്നെ ഒരുവിധം വെളിയിൽ കിടന്ന് തോന്നുന്ന തുണികൾ ഷെഡിലിടും. എന്നിട്ട് ഷെഡിൽ നിന്ന് പിന്നെ കുറച്ച് തുണികളൊക്കെ എടുത്ത് ഇതിനകത്ത് വിടും. അങ്ങനെയൊക്കെ ഉണക്കിയെടുക്കുന്നത്. കൂടെ മഴയില്ലയോ, അപ്പോൾ തുണി ഉണങ്ങണമല്ലോ. എന്നും കാണും ഒരു ലോഡ് തുണി കഴുകാൻ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതുമൊക്കെ. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് തന്നെയാണ് പറക്കിയിടുക, മുറിക്കകത്ത് തന്നെയാണ് ഇടുന്നത് കേട്ടോ. പഠിക്കുന്ന ബുക്കുകളും ഒക്കെ വലിച്ചു വാരിയിട്ടിരിക്കുക. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഉണങ്ങിയ തുണികൾ മടക്കി ഒക്കെ വെക്കണം. അങ്ങനെ ജോലിയുണ്ട്. ഇന്ന് അമ്പലത്തിൽ പോകണം രാവിലെ കേട്ടോ. അമ്പലത്തിൽ പോകണം. പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ഒന്ന് പോകണം, സമന്വയ കരവാളൂർ. അപ്പോൾ അവിടെ ഒന്ന് പോയി അഡ്മിഷനൊക്കെ എടുത്ത് ലേണേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കണം. അപ്പം അവനെ സ്കൂളിലാക്കിയിട്ട് വേണം പോകാനൊക്കെ ഉണ്ട്. അപ്പോഴത്തേനും അവൻ ഉണർന്നിട്ടുണ്ട് കേട്ടോ. ഉണർന്ന് അവനെ എഴുന്നേൽപ്പിച്ച് കാപ്പിയൊക്കെ കൊടുത്ത് ഇട്ട് വേണം. തുണി കഴുകാനുണ്ട് കേട്ടോ കുറച്ച്. അപ്പം പരിക്കൊക്കെ തൂക്കണം, തുണിയൊക്കെ കഴുകണം. എന്നിട്ട് വേണം അമ്പലത്തിൽ പോകാനും ഇവനെ കൊണ്ടാക്കാനും ഒക്കെ. പിന്നെ ഇന്ന് വൈകിട്ട് അവൻ്റെ ചാച്ചൻ വന്ന് അവനെ അങ്ങ് റൂമിൽ കൊണ്ടുപോകും. അവന് പല്ലെടുക്കണമല്ലോ. അപ്പോൾ തിങ്കളാഴ്ചയാണ് പല്ലെടുക്കുന്നത്. അപ്പോൾ അത് ചാച്ചൻ വന്ന് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അപ്പം വൈകുന്നേരം വരും. തുണിയൊക്കെ കഴുകുക കേട്ടോ. വൈകുന്നേരം വന്ന് അവനെ ഞാൻ കൊണ്ടുപോകും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ. തുണിയൊക്കെ കഴുകിയിട്ട് ഞങ്ങളൊരു 9:30 ഒക്കെ ആയപ്പോഴത്തേനും ഇറങ്ങിയായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോകാനൊന്നും അങ്ങനെ കാര്യമായിട്ട് സമയം കിട്ടാറില്ല. വൈകുന്നേരം ഞാൻ പിന്നെ ഈ പാണയത്തമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ. വെള്ളി ശനിയും വ്രതമായിരിക്കും. അപ്പം ഞാനും കൊച്ചുകൂടെ പോയി പാണയത്തമ്പലത്തിൽ വിളക്കെടുക്കും. പിന്നെ വല്ല 1-ാം തീയതിക്കോ ഒക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകാൻ സമയം കിട്ടത്തില്ല. രാവിലെ 7:30 ആകുമ്പോൾ ഞാൻ ഇപ്പം പൊക്കോണ്ടിരുന്നിടത്ത് കയറണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടാറില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കിട്ടിയാലും അങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ. തിരക്കുന്നുണ്ട്, എങ്ങനെ റെഡി ആയിട്ടില്ല. 1-2 അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ പ്രശ്നവും അങ്ങനെയൊക്കെ ഇച്ചിരി പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുക. രാവിലെ കാപ്പി തേയിലവെള്ളമൊക്കെ അവന് കൊടുക്കുക. കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അവൻ ചോറൊക്കെ വിളമ്പുക. സോയാബീൻ കറിയും പിന്നെ പാവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തീർന്നിട്ടില്ല. അപ്പോൾ അത് ഇന്നത്തേനോടുണ്ട്. അപ്പോൾ അത് 2 ദിവസം കൊണ്ടേ അത് തന്നെയാണ്. പാവയ്ക്ക തോരനോ ചോറ് കൊണ്ടുപോയി. അത് മൊത്തം കഴിക്കത്തൊന്നുമില്ല. പകുതി തിരിച്ചും കൊണ്ടുവരും. അവിടെ മൊത്തം കഴിക്കത്തൊന്നുമില്ല. ആപ്പാടെ ഇച്ചിരി ചോറായിടുന്നത്. പിന്നെ അപ്പോഴത്തേന് പോകാനൊക്കെ റെഡിയായി. അമ്പലത്തിൽ പോകാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനും ഒരുങ്ങിയായിരുന്നു. അപ്പോൾ അവനാ വീഡിയോ പിടിക്കുന്നത്. അവൾ പോയി. അവൾ 8:30 ആകുമ്പോഴത്തേനും അവൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുടിയൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. അവനെ ഇറക്കി. ഇന്ന് അങ്ങനെ പോയിട്ട് 2 മണിയായി പോയിട്ട് വന്നു. 2:30 ആയി കേട്ടോ വന്നപ്പോൾ. വന്നവന് ചോറൊക്കെ കഴിച്ച് ചേരം കിടന്നു. പിന്നെ കൊച്ചു പിള്ളേർ 2 വന്ന് ട്യൂഷനൊക്കെ പോയി. പിന്നെ വൈകുന്നേരം ആയപ്പം പിന്നെ എൻ്റെ ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന് കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ തേയിലവെള്ളമൊക്കെ ഇട്ട് കുടിച്ച്